ഈ ലോകത്തൊരു വിദേശിയെ പോലെയോ വഴിയാത്രക്കാരനെ പോലെയോ മാത്രം നീ ജീവിക്കുക. നിന്റെ ശാശ്വതമായ ലോകം എവിടെയാണ്? പരലോകമാണ്. അതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ദേശീയതയില്ല, സമത്വമില്ല. അങ്ങനെ അരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നേരെ വിപരീതമാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് ആ ജനാധിപത്യത്തെ തകർത്ത് ലോകം മുഴുവനും ഇസ്ലാം ആകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് ഖുർആൻ തന്നെ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പടച്ചോനെ കൊണ്ട് എന്താണെങ്കിലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് ഇതൊന്ന് ഇസ്ലാമിക രാജ്യമാക്കി ഒന്ന് മാറ്റണം. എല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം അള്ളാഹുവിന്റെ വായു, അള്ളാഹുവിന്റെ വെള്ളം, അള്ളാഹുവിന്റെ ജീവിതമൊക്കെ ആസ്വദിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമായിരിക്കണം. ആ മുസ്ലിങ്ങളെ ഒക്കെ അങ്ങ് കൊല ചെയ്തു, കുഴപ്പമില്ല. അള്ളാഹു പറയണം, നിങ്ങൾ കുറച്ചാളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശക്തി ഞാൻ ഇട്ട് തരും. അവരെ എന്നിട്ട് അവിശ്വാസികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്തു തരാം. ഒരു സൃഷ്ടാവിന് എങ്ങനെയാണത് പറയാൻ കഴിയുന്നത്? കുറെ അമുസ്ലിങ്ങളെ സൃഷ്ടിക്കുക, കുറെ മുസ്ലിങ്ങളെ സൃഷ്ടിക്കുക, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു മതം ഉണ്ടാക്കി കൊടുക്കുക. അലിയവും അക്മൽ തുലക്കും ദീനക്കും വാത്തമം അലൈക്കും നിഅമതി വറളിതു തുലക്കും ഇസ്ലാം ദീൻ. അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു മതം, അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു മതം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, നിങ്ങൾക്ക് ഞാനൊരു ഗ്രന്ഥം അയച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ സംശയമേ ഇല്ല. ആ ഗ്രന്ഥം സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശനമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ലിയുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഗ്രന്ഥം കൊണ്ട് കുറച്ചാൾക്കാർ വഴിതെറ്റിപ്പോകും, കുറച്ചാൾക്കാർ നന്നാകും. ചേടാ, നശിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ദൈവം ഇറക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ ഇതിനൊക്കെ എതിരാണ് ജനാധിപത്യം. ജനാധിപത്യത്തില് ജാതിക്കായിരിക്കരുത് പ്രാധാന്യം, വ്യക്തികൾക്കായിരിക്കണം. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഇഫ് ദി പാർട്ടീസ് വെയർ മുസ്ലിം ദി റൂൾ ഓഫ് ലോ ഷാൾ ബി ദി മുസ്ലിം പേഴ്സണൽ ലോ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ ഭരണഘടനയിൽ തന്നെ മതത്തിന് കടന്നു കയറാൻ വേണ്ടി സ്റ്റെപ്പ് വെട്ടിയതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ ഇസ്ലാം എന്ന ഈ മതത്തെ ഭയക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ നോർത്തിലൊക്കെ എക്സ് മുസ്ലിങ്ങളുടെ സുനാമിയാണ് കാണുന്നത്. സുനാമിയ. കാരണം അവര് പറയുന്നത് വെച്ചാൽ അവര് ഇതുവരെ ഈ അറബി ഖുറാനാണ് ഓതിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ സ്ത്രീ തന്നെ 50 വയസ്സുള്ള സ്ത്രീയുടെ കുറച്ചു മുമ്പ് പറഞ്ഞു, അവർ ഇതുവരെ ഓതിക്കൊണ്ടിരുന്ന അറബി ഖുറാൻ അവർക്ക് അർത്ഥമൊന്നും അറിയില്ല. ശരിക്കും ഇപ്പൊ അവരെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് ഇവർക്ക് ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലായത്. കാരണം മറ്റുള്ള മതങ്ങൾ നിന്ദിക്കുക. അപ്പൊ അത് കാരണം ഉസ്താദന്മാർ പറയുന്നതും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതും തമ്മില് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇന്ന് കാണുന്നത് നോർത്ത് ഇന്ത്യ, അതുപോലെ പാകിസ്ഥാനിലെ കാണുന്നത് കുത്തൊഴുക്കാണ്. അത് സുനാമി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത്രയ്ക്ക് ഈ നമ്മുടെ ഈ മൗലവിമാരും ഈ ദാവപ്രവർത്തകരൊക്കെ 10-25 വർഷമൊക്കെ ഈ ദാവപ്രവർത്തനം ചെയ്തവരൊക്കെ വിട്ടൊഴിഞ്ഞ് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഇസ്ലാമിക വൈറസ്, ഈ വൈറസിന്റെ ഒരു ആ വ്യാപനം തടയാൻ ഇവര് ശരിക്കും ഈ എക്സ് മുസ്ലിംസിന് കഴിയുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ടീച്ചർ, ഈ പടച്ചോൻ എന്ന് പറഞ്ഞ ദൈവത്തിനെക്കാട്ടും വലിയ ആളാണോ ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ? കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നുള്ള പ്രവാചകനെതിരായിട്ട് ഇവിടെ സംസാരിക്കും മാത്രമാണ് കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. പ്രവാചകന് എന്നും പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേരെ ആക്രമിച്ചതും കൊലപാതകങ്ങളും നടന്ന. അതിന്റെ കാര്യം ഈ പടച്ചോനെക്കാട്ടും വലിയ ആളാണോ പ്രവാചകൻ? അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഒരു ഇരവാദ ഇരട്ടത്താപ്പ്. അവര് പ്രതിരോധം സൃഷ്ടിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാര് ഒരിക്കലും ചെന്ന് വീഴാൻ പാടില്ലാത്ത ഒരു വലിയ കെണിയാണ് ഈ പ്രവാചക നിന്ന. ഇപ്പൊ അള്ളാഹുവിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു വിഷയവുമില്ല, പക്ഷെ പ്രവാചകനെ പറഞ്ഞാൽ ഇവിടെ കേരളം നിന്ന് കത്തും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയില് ധാരാളം ആളുകള് മറ്റു മതവിശ്വാസങ്ങളെയും മറ്റു മത ദൈവങ്ങളെയും ഒക്കെ നിരന്തരം അധിക്ഷേപിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല. ഇപ്പൊ തുണിയില്ലാതെ ഹനുമാന്റെ മടിയിലിരിക്കുന്ന സരസ്വതി ദേവിയെ വരച്ച ആളെ പിന്നീട് എങ്ങനെയാണ് ഇവർ കൊണ്ടു നടന്നത് എന്ന് കണ്ടവരാണ് നമ്മൾ.
അപ്പോ അതുകൊണ്ട് തന്നെ ഇസ്ലാം മത വിശ്വാസികൾക്കു മാത്രം ഈ ഒരു പ്രവാചക നിന്ന വലിയ കടമ്പയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ആയുധവും കൂടിയാണ് ഈ പ്രവാചക നിന്ന. ഇത് മുമ്പിൽ കണ്ടിട്ട് തന്നെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകള് ഉറക്കത്തിലും ഊണിലും ധരിക്കുന്ന വസ്ത്രത്തിലും ഒക്കെ ഈ മതത്തെ മുൻനിർത്തി ഇവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മതരാഷ്ട്രങ്ങളിലെ വികാര ജീവികള് ഇവിടെ കാണുന്ന മതവിശ്വാസികളെക്കാൾ കുറച്ചുകൂടി വൈറലാണ്. കാരണം അങ്ങനെ ഈ മതത്തെ വിമർശിക്കുന്ന ആളുകളെ എങ്ങനെയും ഒറ്റപ്പെടുത്തണം, അങ്ങനെ ഈ നാടിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കണം, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാൻ ലോബി തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ അവര് ഉണ്ടാക്കുന്ന ചില ട്രാപ്പുകളിലാണ് നമ്മളൊക്കെ പലപ്പോഴും വന്നു വീഴുന്നത്. പ്രവാചക നിന്ന, മത നിന്ന. ഇപ്പം നൂപുർ ശർമ്മയുടെ വിഷയത്തിലും എന്ത് തന്നെയാണ് സംഭവിച്ചത്? ഇവര് എങ്ങനെയെങ്കിലും ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സമയത്താണ് ഈ ഗ്യാൻവാപ്പി വിഷയം വരുന്നത്. ഇപ്പോൾ നൂപുർ ശർമ്മയുടെ വിഷയത്തില് ഇന്ത്യൻ സർക്കാർ പ്രതിനിധി പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഖത്തർ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അത് ആരാണ് കൂട്ടുനിന്നത്? ചില ഇന്ത്യൻ പ്രവാസി സംഘടനകൾ തന്നെ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഖത്തറിൽ നിന്നും ഇന്ത്യൻ സാധനങ്ങൾ ബഹിഷ്കരിച്ച് ഈ ഷെൽഫിൽ നിന്നും നീക്കം ചെയ്തത് ആരായിരുന്നു? ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ ഇന്ത്യയുടെ മതേതരത്വം അനുഭവിച്ച് ജനിച്ചിട്ടുള്ളവർ, ജീവിച്ചിട്ടുള്ളവർ. അപ്പോൾ നൂപുർ ശർമ്മയ്ക്കായിരുന്നാലും ശരി, ഇനിയിപ്പം ഞാനായിരുന്നാലും ശരി, ഈ മതത്തെ വിമർശിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കെതിരെ വലിയ വലിയ നടപടികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളെ, ഇസ്ലാമിക് കൺട്രികളിൽ നിന്നൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള വിശദീകരണം ചോദിച്ച് അതല്ലെങ്കിൽ ഇന്ത്യയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ ഓരോരോ പ്രസ്താവനകളും നിലപാടുകളും ആവശ്യപ്പെടലുകളും ഒക്കെ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? ഈ മതം എല്ലാത്തിനും വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വസ്തുതയാണ്. മുമ്പ് MK മുനീർ താലിബാനിലെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചൊരു പോസ്റ്റ് എഴുതി. ഏതാനും കുറച്ച് സമയങ്ങൾക്കകം തന്നെ സൈബർ ആക്രമണത്തിന് അദ്ദേഹം വിധേയനായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ ഒരു പാകിസ്ഥാൻ ലോബി, ഒരു താലിബാൻ ഫാൻസ് തന്നെ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലബിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഞാൻ മതത്തെ വിമർശിക്കുന്നു, അള്ളാഹുവിനെ വിമർശിക്കുന്നു, പ്രവാചകനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പെണ്ണൊരുത്തി കേരളക്കരയിലെ മതവിശ്വാസികളെ ഒരുമിച്ചൊരു കുടക്കീഴിലാക്കാനും അതുവഴി ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനും ശ്രമിച്ചു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചക നിന്ന എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് പലപ്പോഴും. ആലങ്ങാടൻ സർ. താങ്ക് യു. ഞാൻ പറയട്ടെ, കേൾക്കാമോ? പറഞ്ഞോളൂ സാർ. ഓക്കെ. അത് വിജയകുമാർ ചോദിച്ചതിന് മറുപടി ശരിക്കും എന്താണെന്ന് വെച്ചാൽ, അതായത് അള്ളാഹുവിന് ഇപ്പൊ നമ്മൾ ഈ മതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇസ്ലാം മതം മുഴുവൻ ഒന്ന് ആകെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്ഥാനം വളരെ താഴെയാണ്. പ്രവാചകനാണ് ഏറ്റവും മുന്തി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് ഇസ്ലാം മത വിശ്വാസികൾക്ക് ദൈവം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഞാനൊന്ന് നോക്കിയപ്പോ ഈ ഇസ്ലാം മതം ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഇസ്ലാം മതം പഠിക്കാനാണ് ഏറ്റവും എളുപ്പം. കാരണം വെച്ചാൽ ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഹൈന്ദവ മതം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൽ അനവധി ആൾക്കാരുണ്ട്, അനവധി ദേവന്മാരുണ്ട്, അനവധി പുസ്തകങ്ങളുണ്ട്, അനവധി അവതാര പുരുഷന്മാരുണ്ട്, എല്ലാം അനവധി. പിന്നെ എന്താ വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വേദകാലത്തുള്ള ദൈവങ്ങൾ വേറെ, അതായത് പുരാണിക്, അതായത് മഹാഭാരതവും ഈ രാമായണമൊക്കെ വരുമ്പോ ദൈവങ്ങൾ മാറി. അതൊക്കെ മാറിക്കൊണ്ട് എന്താണ് ശരി നമുക്കതൊരു ഒന്ന് പിൻ പോയിന്റ് ചെയ്യാൻ, ഇതാണ് ഹൈന്ദവ മതം എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ക്രൈസ്തവ മതവും ഏകദേശമൊക്കെ അതേമായി തന്നെയാണ്. പക്ഷെ ഇസ്ലാം മതം പഠിക്കാൻ ഞാൻ നോക്കിയപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം
ഒരു വ്യക്തിന്റെ മുകളിലാണ് ഈ മതം നിൽക്കുന്നത്. ഈ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ ജീവിതമാണ് ഖുർആൻ. അദ്ദേഹത്തിന് പ്രോബ്ലം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങള്, അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങള്, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങള് എല്ലാമാണ് ഈ ആയത്തായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഓരോ ആയത്തിന്റെയും നമ്മൾ അതിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വാഹിദീന്റെ തഫ്സീറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ആയത്ത് എന്തിനാണ് വന്നതെന്ന്. ഇപ്പൊ രണ്ടായിട്ട് ഭാഗിക്കാം. മെക്കയിലുള്ള സൂറത്തുകളും മെദീനയിലുള്ള ഈ സൂറത്തുകളും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെക്കയിലുള്ള സൂറത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ടിപ്പിക്കൽ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഖുറൈശികളോടാണ് അത് മുഴുവൻ ഖുറൈശി മുശ്രിക്കുകളോടാണ് അത് മുഴുവൻ പറയുന്നത്. ഖുറൈശി കാരണം എന്ന് വെച്ചാൽ പ്രവാചകൻ മെക്കയിലായിരുന്നു. ഈ മെക്കയില് 13 കൊല്ലത്തെ കാലഘട്ടത്തില് 100 പേര് പോലും ഇദ്ദേഹം പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ അതിന്റെ ഒക്കെ ഒരു ആയത്തിന്റെ ഒരു എല്ലാ സൂര്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ഒരു പാറ്റേൺ ഒന്നാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറയും. ആ കഥ പറഞ്ഞിട്ട് ആ കഥ എന്ന് പറയുന്നത് അന്ന് പ്രചലിതമായിട്ട് ബൈബിളിലെ കഥയും അല്ലെങ്കിൽ ബാബിലോണിലെ കഥകളും ഇനി അല്ലെങ്കിൽ ആ മെക്ക മദീനകളിൽ കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ ആയിട്ടുള്ള കഥകൾ പറഞ്ഞിട്ട് ഈ കഥകൾ അള്ളാഹു എന്ത് ചെയ്തു, ഇനി നിങ്ങൾ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു താല്പര്യം എന്താ പറയുക വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ നരകാഗ്നിക്ക് പോവും. അത് ഞാൻ പ്രവാചകനാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ വചനമാണ് എന്ന് നിങ്ങൾ ശരിയായി എന്താണ് അതിനെ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്ത് പോവും, ജന്നത്ത് പോവും. ഇതാണ് മെക്കയിലുള്ള സൂറകളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കോമൺ നെറേറ്റീവ്. മെദീനയിലായപ്പോ വ്യത്യാസം വന്നു. മെദീനയിലായപ്പോ അദ്ദേഹത്തിന് ഈ പ്രവാചകന് ശക്തി വന്നു, പിന്നെ ജിഹാദ് തുടങ്ങി, വാളെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മതം പ്രചരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വിജയകുമാറിന്റെ ഉത്തരത്തിന് ഇത് എന്താന്ന് വെച്ചാൽ, പ്രവാചകനെ നിന്ദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ ഒരു ശരിയല്ല എന്ന് ഒരൊറ്റ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ മതം പൊളിയും. ഈ മതം ഒരു ഷീട്ട് കൊട്ടാരം മാതിരിയാണ്. ഈ ഷീട്ട് കൊട്ടാരം നിൽക്കുന്നത് പ്രവാചകന്റെ മുകളിൽ മാത്രമാണ്. ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യൻ ഇതിലില്ല. ഈ പ്രവാചകൻ അതായത് ഉടനീളം ഈ ആയത്തിൽ ഇറങ്ങിയത് 23 കൊല്ലത്തെ ഈ നുബൂവത്ത് കാലം നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ പ്രവാചകന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അഭിലാഷങ്ങളും അദ്ദേഹത്തിന് സാധ്യത, അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ വിവാഹങ്ങളും അദ്ദേഹത്തിന്റെ എന്താ ഒരു ഭാര്യമാരുള്ള ചേരികളും ഇതൊക്കെയാണ് ഈ മതത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ ആദ്യം തന്നെ എന്താണ് മുസ്ലിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് പ്രവാചക സ്നേഹമാണ്. പ്രവാചക നിന്ന നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിൽ പ്രവാചകൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ആയിട്ട് ഒരു വളരെ താഴെ, പ്രവാചകന്റെക്കാൾ എത്രയോ താഴെ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ അടക്കം പ്രവാചകനെ നിന്ദിച്ചാൽ മരണമാണ് ശിക്ഷ, അള്ളാഹുവിനെ നിന്ദിച്ചാൽ ജയില് മാത്രമേ ശിക്ഷയുള്ളൂ. അല്ല സാർ, ഞാൻ ചോദിക്കാൻ കാരണം നുബോർ ശർമ്മ എന്ന് പറഞ്ഞ അവർ BJP സ്പീക്കിംഗ് പേഴ്സൺ പറഞ്ഞത് എതിർത്തത് ഈ പ്രവാചകന്റെ തിന്മകളെ കുറിച്ചാണ്. അതേപോലെ ജോസഫ് മാഷും പറഞ്ഞ പ്രവാചകന്റെ തിന്മകളെ കുറിച്ചാണ്. നേരെ മറിച്ച് അവര് ആക്ഷേപിച്ച നമ്മളുടെ ദൈവത്തെ കുറിച്ചാണ്, ശിവലിംഗത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. ദൈവത്തെ കുറിച്ച് പറയുന്നതിനെക്കാട്ട് വലുതാണ് അവർക്ക് പ്രവാചകൻ എന്നുള്ള ഒരു ഇത്. അതുകൊണ്ടാണ് ചോദിച്ചത്.
അതായത് ഇസ്ലാമില് അത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് മതസ്ഥരെ നിന്ദിക്കുന്നത് വളരെ കോമൺ ആണ്. പ്രവാചകൻ ഈ ആദ്യത്തെ 13 കൊല്ലം ഖുറൈശികളുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉടനീളം അവരുടെ ദേവീ ദേവതമാരെ നിന്ദിക്കായിരുന്നു ജോലി. പക്ഷെ എപ്പോഴെങ്കിലും അതെ ഞാനൊരു ഓർമ്മയുണ്ട്, ഒരു സൂറയിലുണ്ട് ഒരു എന്താ സുഫിയാന്റെ വീട്ടില് ഈ ഖുറൈശികളൊക്കെ കംപ്ലൈന്റ് എന്താ പരാതി വന്ന് പറയും, നിങ്ങളുടെ മരുമകൻ നമ്മളെ ദേവീ ദേവതമാരൊക്കെ ആക്ഷേപിക്കാണ് സുഫിയാന്റെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് സുഫിയാൻ മുഹമ്മദ് നബീനെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ അങ്ങനെ നിന്ദിക്കരുത് എന്ന് പറയുമ്പോ അപ്പൊ അതിന് പ്രവാചകൻ പറയാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാരും യാ ഇലാഹ ഇല്ലല്ല പറഞ്ഞോളൂ, എന്താ പറയുക നമുക്ക് ഒരു ട്രൈബ് ആവാം, പിന്നെ നമ്മൾ മറ്റുള്ള ട്രൈബിനെ നമ്മൾ ഭരിക്കാം, ജിഷ്യ വാങ്ങിക്കാം എന്നൊക്കെ പറയാണ്. അത് എപ്പോഴാണ് പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, ഒരു ആയത്തുണ്ട് ഖുറാനില്, നിങ്ങൾ മറ്റ് മതസ്ഥരെ നിന്ദിക്കരുത് എന്നൊരു ആയത്തുണ്ട്. ശരിയാണ്. പക്ഷെ ആ ആയത്ത് വരാനുള്ള പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രവാചകൻ അള്ളാഹുവിന്റെ വചനം വഴി മറ്റ് മതസ്ഥരെയൊക്കെ നിന്ദിക്കുമ്പോൾ ആ ഖുറൈശികൾ ഇങ്ങോട്ട് അള്ളാഹുവിനെ നിന്ദിക്കാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിനെ നിന്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ആയത്ത് വന്നത്, ഒരായത്ത് പ്രവാചകൻ ഇറക്കിയത്, നിങ്ങൾ മറ്റ് മതസ്ഥരെ നിന്ദിക്കരുത്, കാരണം നിങ്ങൾ നിന്ദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അള്ളാഹുവിനെ തെറ്റായിട്ട് നിന്ദിക്കും എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. അപ്പോൾ ഇതുവരെ അത് ചരിത്രം നോക്കി കഴിഞ്ഞാൽ നിന്ദനം മറ്റ് മതസ്ഥരെ നിന്ദിക്കുക തന്നെ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. എപ്പോ അവര് തിരിച്ച് നിന്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്, നിങ്ങൾ മറ്റ് മതസ്ഥരെ നിന്ദിക്കരുത്. അത് എനിക്ക് തോന്നുന്നു 108-ാമത്തെ സൂറയിലാണ്. ഇതിലൊരു ചെറിയ പ്രശ്നം കൂടി. കഴിഞ്ഞ ദിവസം ഞാൻ പാകിസ്ഥാനിലെ ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞ കാര്യം കേട്ടത്, അവര് പറഞ്ഞത് ഈ മുഹമ്മദ് പ്രോഫറ്റ്, അതായത് പ്രവാചകനാണെന്ന് ഖുറാനിൽ ഇല്ലെന്നാണ് അവര് പറയുന്നത്. അവര് പറയുന്നത് മുഹമ്മദ് ദൂതനാണ്, റസൂലാണെന്നാണ്. അപ്പൊ റസൂല് ഈ പ്രവാചകനും ദൂതനും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതിന് പറയാൻ. അതായത് റസൂൽ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇപ്പം ഞാനൊരു മെസ്സഞ്ചറാണ്, ആലങ്ങാടൻ ഒരു മെസ്സഞ്ചറാണ്, നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ പാസ് ചെയ്തു കൊടുക്കുന്നു. നബിയെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും ദൈവികമായ വെളിപാട് ലഭിക്കുന്നവർ, അതായത് നുബൂവത്ത് പ്രവാചകത്വം ലഭിക്കുന്നവരാണ് പ്രവാചകന്മാർ. മറ്റേതൊക്കെ റസൂൽ, എല്ലാവരും റസൂലന്മാര് തന്നെയാണ്. കാരണം മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. മറ്റത് പ്രവാചകൻ. അപ്പൊ മുഹമ്മദ് നബി ബഷറും മിഥുലുക്കും, നിങ്ങളെപ്പോലെ വെറും ഒരു മനുഷ്യനാണ്, റസൂലും അങ്ങനെ തന്നെ റസൂലം മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ, ഒരു മെസ്സഞ്ചറെ ഞാൻ നിങ്ങൾക്കിടയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ശരിയാണ്. ഇന്നിപ്പോ സൗദി അറേബ്യയിൽ നിന്നൊക്കെ 8000 വർഷം പഴക്കമുള്ള അമ്പലങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചരിത്രം മാറി മറിയോ? അത് ഈ സൗദി അറേബ്യ അവിടെ ഈ ആർക്കിയോളജി ഉദ്യോഗസ്ഥന്മാര് അവിടെ ഫോറിൻ ടീമൊക്കെ ഉണ്ട്. പക്ഷെ അവരെ അത് ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാല്, ഇനിയും ഖനനം ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ചരിത്രം മാറി മറിയോ? ഇതൊക്കെ കള്ളക്കഥയെ അതായത് സൗദി അറേബ്യയിൽ എന്നൊക്കെ പറയുന്നത് ധാരാളം അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഖുറൈശികള് ബഹുദൈവ ആരാധകന്മാരായിരുന്നു. എത്രയോ ഈ കാബ മാതിരി എത്രയോ സ്ഥലങ്ങള് ഈ അറേബ്യൻ പെനിൻസുലയിൽ ഉണ്ടായിരുന്നു. ഒരു ഹദീസ് തന്നെ ഉണ്ട് ബുഖാരിയില്, യമനിലൊരു കാബ ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ആ കാബയെ നിങ്ങൾ പൊളിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പടയാളികളെ അയച്ചിട്ട് ആ യമനിലുള്ള കാബയുടെ പേര് ദുൽ കാബ എന്നാണ്, ഞാൻ ഓർമ്മയെന്നാണ് പറയുന്നത്. യമനില് അയച്ചിട്ട് അവിടെ പോയി ആ കാബ മുഴുവൻ പൊളിച്ച്, ഈ മെക്കയിലുള്ള കാബേന്റെ അതേ രൂപമായിരുന്നു അതിന്, അത് മുഴുവൻ പൊളിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ വധിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ അള്ളാഹുവിന്
സോറി പ്രവാചകനോട് പറഞ്ഞു ഞാൻ ആ കാബ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ നന്നായി എന്നും പറഞ്ഞു. നിനക്ക് അള്ളാഹുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഈ ഖുറൈശികളുടെ ഈ ബഹുദൈവ ഈ ഇസ്ലാം മതം വരുന്നതിന് മുമ്പേ അത് മെക്കയിൽ മൊത്തം ഖുറൈശി ബഹുദൈവ വിശ്വാസികളും മെദീനയിലെ ക്രൈസ്തവരും ജൂതന്മാരായിരുന്നു. അപ്പൊ അവരുടെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഇസ്ലാം വന്ന ശേഷമാണ് അതൊക്കെ മാറ്റിയിട്ട് ഈ മെക്കയിലുള്ള കാബ മാത്രം അത് അവിടെ നിലനിർത്തിയിട്ട് അത് എബ്രഹാം കെട്ടിയ ഒരു കാബയാണ്, അല്ലെങ്കിൽ അള്ളാഹു കെട്ടിയ കാബയാന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുന്നേ എത്രയോ കാബകൾ ഉണ്ടായിരുന്നു അവിടെ. ഈ കാബ എന്ന് പറയുന്ന ഈ സ്ഥലം എന്താന്ന് വെച്ചാൽ ഖുറൈശി ഈ ബഹുദൈവ വിശ്വാസികൾ അവർക്ക് പല ദൈവങ്ങളുണ്ട്, ദേവി ദേവതകളുടെ. ആ ദേവി ദേവതന്മാരൊക്കെ ഈ കാബയുടെ അകത്ത് വയ്ക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ മെക്ക ഫത്തേ ചെയ്തപ്പോ പ്രവാചകൻ മെക്ക ഫത്തേ ചെയ്തപ്പോ എന്താണ് ഒരു ഹദീസിലുണ്ടല്ലോ അത് അവിടെ 360 പ്രതിമകൾ ഉണ്ടായിരുന്നു. ആ 360 പ്രതിമകളെ വടികൊണ്ട് അടിച്ചിട്ട് പുറത്തിട്ട് കളയാണ് പ്രവാചകൻ ചെയ്തത്. അപ്പൊ അവിടെ 8000 കൊല്ലൊന്നും പിന്നോട്ട് എന്താണ് 8000 കൊല്ലം പിന്നോട്ട് പോകേണ്ട ഇതൊന്നുമില്ല. ഈ ഇസ്ലാം വരുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ഇസ്ലാം വന്ന ശേഷവും അവിടെ നിറയെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രവാചകൻ തന്നെ എന്തു പറ്റി? അലങ്ങാടൻ സർ അൺമ്യൂട്ടാണ്. എന്തു പറ്റി? അല്ല മ്യൂട്ടാണല്ലോ, അത് അൺമ്യൂട്ട് ചെയ്. സോറി, എനിക്കൊരു ഫോൺ വന്നിരുന്നു. ഇപ്പൊ ശരി, ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും എന്നോട് സഹകരിച്ച എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നുണ്ട്. എൻ്റെ സമയം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറാണെന്ന് ഉദ്ദേശിച്ചിരുന്നത്, 1.5 മണിക്കൂറായി. അപ്പോൾ ഈ ഇസ്ലാം മതം എന്ന തീവ്ര സ്വഭാവമുള്ള ഭീകരവാദത്തെ പ്രൊവൈഡ് ചെയ്യുന്ന, എതിർക്കുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥവും ആ ഗ്രന്ഥത്തിന്റെ വിശ്വാസികളാകുന്ന വക്താക്കളും ഇസ്ലാമിനെതിരെ ആര് സംസാരിച്ചാലും സംഘടിതമായി അവരെ എതിരിടുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അവർക്കെതിരെ ഒരു വർഗീയമായ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനെ വളരെ നല്ല രൂപത്തിൽ തന്നെ മതേതര മലയാളിക്കര മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ക്ലബ് ഇട്ടത്. സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദി.